ഒരു വശത്ത് ഹെലികോപ്റ്റർ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. മുഖ്യമന്ത്രിക്ക് പുറപ്പെടാനായിട്ടുള്ള ഹെലികോപ്റ്ററാണത്. അല്പസമയത്തിനകം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അത് വെസ്റ്റ് ഹില്ലിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഗസ്റ്റ് ഹൗസിന് തൊട്ട് സമീപത്ത് തന്നെ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസിന് തൊട്ട് സമീപത്ത് തന്നെയാണ് വെസ്റ്റ് ഹിൽ ഉള്ളത്. അവിടെ നിന്നുള്ള ഹെലികോപ്റ്റർ സംവിധാനത്തിലാണ് മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് പോവുക. സൈന്യത്തിൻ്റെ ഹെലികോപ്റ്ററാണ്, അത് തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് പുറപ്പെടും. അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ദുരന്തം അറിഞ്ഞ അന്ന് നിമിഷം പുലർച്ചെ 3 മണി മുതൽ മുഖ്യമന്ത്രി ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ ഏകോപിപ്പിച്ച് ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഗസ്റ്റ് ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രി ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെ വളരെ വേഗത്തിൽ വയനാട്ടിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ഏതായാലും സൈന്യത്തിൻ്റെ ഹെലികോപ്റ്റർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിലാണോ മുഖ്യമന്ത്രി പോകുന്നത് എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പില്ല. ഏതായാലും സംവിധാനങ്ങളെല്ലാം തയ്യാറാണ്. മുഖ്യമന്ത്രി വരുന്നുണ്ട്, ഒപ്പം തന്നെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. അവിടെ സർവകക്ഷി യോഗമുണ്ട്. റമീസ് കൂടി ചേരുകയാണ്. റമീസ്, മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലാണോ അദ്ദേഹം വയനാട്ടിലേക്ക് പോവുക? മനു, മുഖ്യമന്ത്രി ഇന്നലെ രാത്രിയോട് കൂടിയാണ് കോഴിക്കോട് എത്തിച്ചേർന്നത്. ഇന്ന് പുലർച്ചെ തന്നെ ഈ വയനാട്ടിലേക്ക് തിരികെയാണ്. സൈനിക ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലേക്ക് തിരിക്കുന്നത്. തുടർന്ന് സുൽത്താൻ ബത്തേരിയിലേക്കാണ് പുറപ്പെടുന്നത്. സുൽത്താൻ ബത്തേരിയിൽ സെന്റ് മേരീസ് കോളേജിൽ ഇറങ്ങുകയും തുടർന്ന് സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. പറയൂ. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ നിന്നാണ് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം വയനാടേക്ക് തിരിക്കുന്നത്. നേരത്തെ റോഡ് മാർഗം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ വളരെ നേരത്തെ തന്നെ അവിടത്തേക്ക് എത്തുന്നതിന് വേണ്ടിയ ഹെലികോപ്റ്റർ മാർഗം മുഖ്യമന്ത്രി യാത്ര ചെയ്തിരിക്കുകയാണ്. ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടോ മുഖ്യമന്ത്രി? മനു, ഹെലികോപ്റ്ററിലേക്ക് കയറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഉടൻ തന്നെ മുഖ്യമന്ത്രിയുമായി ഹെലികോപ്റ്റർ വയനാട്ടിലേക്ക് തിരിക്കും. ഉടൻ തന്നെ നേരെ സുൽത്താൻ ബത്തേരിയിലേക്കാണ് പോകുന്നത്. സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജിലേക്കാണ് നേരെ ഹെലികോപ്റ്റർ ചെന്നിറങ്ങുക. ശേഷം അവിടെ നിന്ന് സർവകക്ഷി യോഗത്തിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുക. തീർച്ചയായും റമീസാണ് നമ്മളോട് സംസാരിച്ചത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് ഒരു വശത്ത് രക്ഷാപ്രവർത്തനവും മറുവശത്ത് ഹെലികോപ്റ്ററും കാണാൻ കഴിയുന്നുണ്ട്. മുഖ്യമന്ത്രി ആ ഹെലികോപ്റ്ററിൽ അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് തിരിക്കും. വെസ്റ്റ് ഹില്ലിലാണ് ഇപ്പോൾ, വെസ്റ്റ് ഹില്ലിലെ സൈനിക കേന്ദ്രമുണ്ട്, അവിടെയാണ് ഹെലികോപ്റ്റർ തയ്യാറാക്കി നിർത്തിയിരുന്നത്. അവിടെ നിന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ യാത്ര പുറപ്പെടാൻ തുടങ്ങുന്നതിന് ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. സുൽത്താൻ ബത്തേരിയിലേക്കാണ് മുഖ്യമന്ത്രി എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് പിന്നീട് മേപ്പാടി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. അവിടെ സർവകക്ഷി യോഗം അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗങ്ങളുണ്ട്. എല്ലാം കൃത്യമായ സംവിധാനങ്ങളിലൂടെ, മോണിറ്ററിങ്ങിലൂടെ കാര്യങ്ങൾ ഓരോ മിനിറ്റിലും ഏകോപിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി അതിന് നേതൃത്വം കൊടുക്കുന്നു. രാവിലെ മന്ത്രി കെ രാജൻ സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യമുണ്ട്. ഓരോ മിനിറ്റിലും കാര്യങ്ങൾ വിളിച്ചന്വേഷിക്കുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുന്ന ഇടപെടലുകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ്. കാരണം ഒരു ഘട്ടത്തിൽ അവിടെ എയർലിഫ്റ്റിംഗ് സാധ്യമാകാതെ വരുന്നൊരു സമയമുണ്ടായിരുന്നു വൈകുന്നേരത്തിന് ശേഷം. അപ്പോൾ മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞപ്പോൾ ആ മിനിറ്റിൽ തന്നെ സൈനിക നേതൃത്വവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ഇടപെട്ട് രാത്രി വൈകിയും ഹെലികോപ്റ്ററിൽ അവിടെ എയർലിഫ്റ്റിംഗ് സാധ്യമാക്കിയ ഇടപെടലുകൾ ഉണ്ടാകുന്നു. ആ രീതിയിൽ സർക്കാർ സംവിധാനങ്ങൾ ഒരു മിനിറ്റ് പോലും കണ്ണടയ്ക്കാതെ, ഒരു മിനിറ്റ് പോലും വിശ്രമമെടുക്കാതെ ഈ രക്ഷാപ്രവർത്തനത്തിൽ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അനൂപ് കൂടി ചേർന്നു. അനൂപ്, ഇപ്പോൾ ഞാൻ സ്ക്രീനിൻ്റെ മറുവശത്ത് മുഖ്യമന്ത്രി അവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങുന്നതിന് ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. അദ്ദേഹം ഹെലികോപ്റ്ററിൽ കയറി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ നിന്ന് അങ്ങോട്ടേക്ക് പുറപ്പെടും. വളരെ വേഗത്തിൽ തന്നെ, എനിക്ക് തോന്നുന്നു ഒരു 10-25 മിനിറ്റിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്താനാണ് സാധ്യത.